കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്കെതിരെ ദീപിക ദിനപത്രം. കോൺഗ്രസിന്റെ നയസമീപനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്നതെന്ന് ദീപിക. ബി.ജെ.പി ന്യൂനപക്ഷ ക്ഷേമം ഉറപ്പുവരുത്തുന്നില്ലെന്നും മുഖപ്രസംഗത്തിൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, ദീപിക ദിനപത്രത്തിന് തന്നെ പറയേണ്ടി വരുന്നുണ്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചുള്ള അവരുടെ നിലപാടുകൾ വല്ലാത്ത ആശങ്കയുളവാക്കുന്നതാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നും പറയുകയാണ് ദീപിക. എന്താണ് കൂടുതൽ ഇതുമായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? സിജു, തീർച്ചയായും ദീപിക ദിനപത്രം ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും പ്രകടന പത്രികയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടും പ്രകടന പത്രികയിൽ പറയുന്നില്ല. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് പരിഗണിക്കാത്ത പ്രകടന പത്രികയാണ് കോൺഗ്രസ് തയ്യാറാക്കിയത് എന്നും വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ വന്യജീവികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്നും കൃത്യമായ നിലപാട് പറയാൻ കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറായിട്ടില്ല എന്ന കാര്യവും കൃത്യമായി ഈ ദീപിക ദിനപത്രം വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ ബി.ജെ.പി പ്രകടന പത്രികയിലും ഇത്തരത്തിൽ ന്യൂനപക്ഷ ക്ഷേമത്തിന് ഒരു പരിഗണനയും നൽകുന്നില്ല എന്ന കാര്യവും ദീപിക ദിനപത്രം വ്യക്തമാക്കുന്നു. ഇങ്ങനെ രണ്ട് പേരുടെയും, ഈ ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും പ്രകടന പത്രികയെ വിമർശിച്ചുകൊണ്ടാണ് ദീപിക ദിനപത്രം കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ CAA റദ്ദാക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന ചർച്ചകൾ ഉയരുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിന്റെ മുഖപത്രം കൂടിയായിട്ടുള്ള ഈ ദീപിക ദിനപത്രം കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് എന്നതും പ്രത്യേകതയാണ്. ഒപ്പം തന്നെ ഈ ബി.ജെ.പി ഈ ചില അതിരൂപതകൾ ഉൾപ്പെടെ കേരള സ്റ്റോറി ഉൾപ്പെടെ പ്രകടിപ്പിച്ച് ബി.ജെ.പി അനുഭാവം പ്രകടിപ്പിക്കാനാണെന്ന രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ആ സമയത്ത് കൂടിയാണ് ദീപിക ദിനപത്രം ബി.ജെ.പിയുടെയും ന്യൂനപക്ഷ നിലപാടിനെ തള്ളിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടും ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സിജു, വിജിൻ, ഒപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം തെലങ്കാനയിലെ സ്കൂളുകൾക്ക് നേരെ ഉണ്ടായിരുന്ന അക്രമത്തിൽ സ്കൂളിനെതിരെ കേസെടുക്കുകയും ഈ അക്രമം നടത്തിയ സംഘപരിവാറുകാർക്കെതിരെ കേസെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇതുകൂടി പരിഗണിച്ചു വേണം ഇപ്പോൾ ദീപികയുടെ ഈ വിമർശനത്തെ നമുക്ക് വായിച്ചെടുക്കേണ്ടത്. സിജു, ഇന്നലെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേരളത്തിൽ വന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയവാദിയാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായാണ് രംഗത്തെത്തിയത്. എന്നാൽ അതേസമയം ഈ തെലങ്കാനയിലെ പള്ളികൾക്കും ഒപ്പം തന്നെ ഈ ദേവാലയങ്ങൾക്കും സ്കൂളുകൾക്കും നേരെയൊക്കെ അക്രമം ഉണ്ടാകുകയും മദർ തെരേസയുടെ പേരിലുള്ള സ്കൂളുകളെ പോലും സംഘപരിവാറുകാർ ആക്രമിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുവെന്ന് ഇന്നലെ തന്നെ ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിന്റെ മുഖപത്രം കൂടിയായ ദീപിക രംഗത്തെത്തുന്നത് എന്നതും പ്രത്യേകതയാണ്. ഇത്തരത്തിൽ രാജ്യത്ത് പല മേഖലകളിലും മണിപ്പൂരിൽ ഉൾപ്പെടെ ഭീകരമായ രീതിയിലാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെയെല്ലാം അഡ്രസ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു മുഖപത്രം തന്നെയാണ്, ഈ മുഖപ്രസംഗം തന്നെയാണ് ഈ ദീപിക ദിനപത്രത്തിൽ വന്നിരിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. രാജ്യത്ത് കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും ന്യൂനപക്ഷങ്ങളോടുള്ള നിലപാടുകൾ ഏറ്റവും മോശമായ നിലയിലാണ് ഉള്ളത് എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ദീപിക ദിനപത്രം രംഗത്തെത്തിയിരിക്കുന്നത്. സിജു, ശരി. വിജിൻ വായന്തോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ നിലപാടില്ലായ്മ വല്ലാത്ത രീതിയിൽ ക്രൈസ്തവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയസമീപനങ്ങൾ ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നാണ് ദീപിക മുഖപ്രസംഗത്തിലൂടെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്.